എല്ലാവർക്കും വാരാഹി അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല, കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥന ഒരിക്കലും ഞാൻ മുടക്കില്ല, എല്ലാവരും എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. അപ്പോൾ വീഡിയോ ഇടാൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കുകൾ. അതായത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, വെരി ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു കാര്യം നടന്നു കിട്ടി, അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കുള്ള അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാം ഞാൻ വൺസ് എല്ലാം ഒന്ന് റെഡിയായ ശേഷം നിങ്ങളെ ഞാൻ പറയുന്നതാണ്. അപ്പം അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞു വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഈ അടുത്ത് തന്നെ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു, അതായത് അവരുടെ കുറച്ച് കാര്യങ്ങൾ നടന്നു കിട്ടിയതായിട്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. മനസ്സ് ശുദ്ധമായിരിക്കുക, നല്ല രീതിയിലുള്ള ചിന്തകൾ, നല്ല പ്രവൃത്തി, ഒരു കുശുമ്പോ ഉന്നായ്മയോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ മാക്സിമം നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് വന്ന് ചേരും. വാരാഹി അമ്മ എന്ന് പറയുന്നത് മൃഗരൂപം പൂണ്ട വരാഹത്തിൻ്റെ മുഖത്തോട് കൂടിയവളാണ്. ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് നമുക്കൊരു പെട്ടെന്നൊരു സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക ഡൗൺ ആണെന്ന് ഫീൽ ചെയ്യുന്ന ടൈമിൽ ദേവിയുടെ മന്ത്രം ഉരുവിടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ദേവി ചേർത്ത് പിടിക്കും. അതിന് ഇപ്പോൾ അടുത്ത് തന്നെ എനിക്കൊരു കാര്യം നടന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായ പല കാര്യങ്ങളും ആരോപണങ്ങളും പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എന്നെ മാറ്റി നിർത്തി ദേവി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ്. കാര്യം ദേവിയുടെ ഭക്തിയെ ഒരിക്കലും ദേവി അങ്ങനെ എന്താ പറയുക, ഇപ്പം വേറെ ആരെങ്കിലും നമ്മളെ ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചതിയിലേക്ക് വിടില്ല, ആ ചതി പെടാൻ അനുവദിക്കില്ല, രക്ഷിക്കും നമ്മളെ. ഒരു രക്ഷാ കവചം പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാര്യം ദേവിയുടെ ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മളെ ചേർത്ത് പിടിക്കാൻ ശക്തിയുള്ള അത്രയും പവർഫുൾ മന്ത്രമാണ്. ഞാനത് പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നെനിക്കറിയില്ല. ദേവിയുടെ ഭക്തർക്ക് മാത്രമേ അതറിയുള്ളൂ. അത്രയും പവർഫുള്ളാണ് ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാരാഹി അമ്മയുടെ മന്ത്രം എങ്ങനെ ജപിക്കണം, അശുദ്ധ സമയത്ത് ജപിക്കാവോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. പല വീഡിയോസിലും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ എടുത്തു പറയുവാണ്, വാരാഹി അമ്മയുടെ മന്ത്രം ചൊല്ലാൻ പ്രത്യേക സമയങ്ങളൊന്നുമില്ല. എന്നാൽ ഉണ്ട്, രാത്രി കാലങ്ങളിലാണ് ദേവി കൂടുതലും ആക്റ്റീവായിരിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സമയക്കുറവോ അല്ലെങ്കിൽ ജോലിക്ക് പോയി വരുന്നവരുണ്ടാവും, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, രാത്രി ജപിക്കാനാവില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ടൈം ആ ടൈമിൽ ജപിക്കാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ അശുദ്ധമായിരിക്കുന്ന സമയത്ത് ജപിക്കാവോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഈ പറയാൻ പോകുന്നത്. അശുദ്ധമായാലും നിങ്ങൾക്ക് ധ്യാനിക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. പൂജകളിലൊന്നും നമ്മൾ അല്ലെങ്കിലും ഏർപ്പെടാറില്ല ആ ഒരു സമയം. അത് എന്തായാലും ചെയ്യാൻ പാടില്ല. അതല്ലാതെ നിങ്ങൾക്ക് മന്ത്രം ധ്യാനിക്കുന്നതിനോ അല്ലെങ്കിൽ ഉരുവിടുന്നതിനോ അതിനൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് തിരിച്ച് നല്ലത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിലും അധികമായിട്ടുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ നല്ലൊരു കാര്യം വന്നു ചേരും, സംശയമില്ല. ഇന്നിപ്പോൾ പറയാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള, അതായത് സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർക്കും രോഗശമനം, അതായത് കിടക്കയിൽ നിന്ന് പോലും എഴുന്നേൽക്കാൻ പറ്റാതെ ദുരിതം അനുഭവിക്കുന്ന പലർക്കും ഉപയോഗപ്പെടുന്ന ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം നിങ്ങൾ 21 തവണയാണ് ജപിക്കേണ്ടത്. അതേതാ മന്ത്രം എന്നുള്ളത് ഞാൻ പറയാം. കറക്റ്റ് 21 തവണ ജപിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അത്രയും പവർഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഏതാ മന്ത്രം എന്നുള്ളത് പറയാം, കൂടെ ജപിക്കുക. ഓം ജഗദംബായേ നമഃ, 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 ഓം ജഗദംബായേ നമഃ,
जगदम्बाय नमः। ॐ 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 जगदम्बाय नमः।
ఓం జగదంబాయే నమః. 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 ఓం జగదంబాయే